അറിയിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദേവദാസന്മാർക്ക് ദാസന്മാർക്കെല്ലാം ഒറ്റ വാക്കിൽ വന്ദനം പറയുന്നു. സമയം ചുരുക്കമാകിയ വേഗത്തിൽ എൻ്റെ സാക്ഷ്യം പ്രസ്താവിച്ച് ഇരിപ്പാൻ ഞാൻ ആശിക്കുക. ഒരു വാക്യം വായിച്ചോട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരൊറ്റ വാക്കിലേക്ക് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ ചുരുക്കുകയാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് എക്സ്ട്രാ പ്രാർത്ഥന ആവശ്യമാണ്. വളരെ ടെൻഷനോടെയാണ് ഞാനോരോ ശുശ്രൂഷ മേഖലയിലാണെങ്കിലും നിൽക്കുന്നത്. പാട്ട് ലീഡ് ചെയ്ത ശുശ്രൂഷ മുതൽ ഇത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും എനിക്ക് വളരെ ഭയപ്പാടോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത്. കാരണം എനിക്കത് ചെയ്യുവാനുള്ള പ്രാപ്തിയില്ലാന്നൊരു ചിന്ത എന്നെ എപ്പോഴും ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കും. കാരണം തികച്ചും പരാജയപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് കർത്താവിനെ ഇന്നിവിടെ ഇതേപോലെ നിർത്തിയിരിക്കുന്നത്. ഒരു വാക്കുപോലും ചേർത്ത് പറയാൻ കഴിയാത്ത വാക്കുകൾ സംസാരിക്കുമ്പോൾ വ്യക്തി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ ഇരുട്ടറയിൽ ഒളിച്ചിരുന്ന ഒരു തള്ളി നീക്കിയ ഒരുപാട് വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു പൊട്ടനാന്ന് പറഞ്ഞ് സകലവും ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ അതിന് കാരണമെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഞാൻ അത്രയേറെ മത്സരിച്ചിരുന്നൊരു വ്യക്തിയാണ്. ദൈവദാസന്മാരെ അതേപോലെ പരിഹസിച്ചിരുന്ന വ്യക്തിയാണ്. വളരെ കാലങ്ങൾക്ക് മുൻപ് ഞാൻ പാർത്തിരുന്ന എൻ്റെ സ്വദേശത്ത് സുവിശേഷവുമായി അനേക ദൈവദാസന്മാർ വന്നു പോകുന്നൊരു ദേശമാണ്. അവിടെ എപ്പോഴും ഇങ്ങനെ പരസ്യയോഗങ്ങളും പ്രസംഗങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ ഇവരുടെ രൂപവും ഇവരുടെ ഭാഷാ ശൈലിയും അവരുടെ വസ്ത്രധാരണമെല്ലാം വളരെ പരിഹാസ്യമായിട്ടാണ് തോന്നിയിരുന്നത്. അപ്പം അതുപോലെ അവരെ പരിഹസിച്ചിരുന്നു. അങ്ങനെ പരസ്യയോഗം താഴെ നടക്കുന്നു. ഞങ്ങളുടെ വീട് അല്പം മുകളിലോട്ട് കയറി പോകണം. വഴിയൊന്നുമില്ല, ഒരുപാട് കുത്തുകല്ല് കയറി വേണം വരാൻ. ഇത്രയും വഴിയിലൂടെ ബന്ധപ്പെട്ട് കയറി ഒരു ദേവദാസൻ അണച്ചുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നു. ആ ദേവദാസൻ വന്നിട്ട് പറഞ്ഞ വാക്കിങ്ങനെയാണ്: സഹോദര, മരണമില്ലാത്ത ഒരു കാലം വരാൻ പോകും. എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യമുണ്ട്. ഈ ബൈബിളിലെ തിരുവചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല, ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, എത്ര വലിയ മനുഷ്യനായിട്ടും കാര്യമില്ല. അവൻ്റെ ലോജിക്ക് വെച്ച് തിരുവചനത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. മനുഷ്യന്റെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന 2.5 കിലോഗ്രാം തലച്ചോറ് കൊണ്ട് വിലയിരുത്താനോ വിചിന്തനം ചെയ്ത് മനസ്സിലാക്കാനോ കഴിയുന്നതല്ല വചനം. പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കണം. അതുകൊണ്ട് ആ ദേവദാസൻ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യമാണ്. മരണമില്ലാത്ത കാലം വരാൻ പോകുന്നു. ഞാൻ ആ ദേവദാസനോട് പറഞ്ഞ മറുപടി: നിങ്ങൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് മോർച്ചറി കിടക്കുന്ന എല്ലാത്തിനും എഴുന്നേൽപ്പിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വന്നതിനോട് പറയണം മരണമില്ലാത്ത കാലം വരുന്നു. അന്ന് ഞാൻ അത് വിശ്വസിക്കും എന്ന് പറഞ്ഞു. കാലം ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയി. ഇങ്ങനെ എനിക്ക് തിരുവചനത്തോടും ദൈവദാസന്മാരുടെ പൊതുവെ എന്തൊക്കെ സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രത്യേക ദേഷ്യം. എൻ്റെ അമ്മ കാത്തലിക് വിഭാഗത്തിലും അച്ഛൻ ഹൈന്ദവ മാർഗത്തിലുമാണ്. ഈ ബൈബിള് നിലത്ത് ഇട്ട് വലിച്ചു കയറി കത്തിച്ചു കളഞ്ഞ ഒരാളാണ് എൻ്റെ അപ്പൻ. ആ അപ്പനോ കഞ്ചാവും മദ്യവും എല്ലാം അഡിക്റ്റായിട്ട് നടന്നൊരു കാലമുണ്ട്. അപ്പനോടൊപ്പം ഷാപ്പിൽ പോയി മദ്യപിച്ച സമയം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പൻ എപ്പോഴും എന്നോട് പറയും, എന്നെക്കാളും വലിയ കുടിയൻ ആക്കുന്നതിനെ നിന്നെ ഞാൻ എന്നെക്കാളും വലിയ കുടിയനാണ്. അതായിരുന്നു അപ്പൻ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്ന കാര്യം. ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അപ്പനെ വേർപെട്ട് മറ്റൊരു ജീവിത സാഹചര്യത്തിലേക്ക് പോകേണ്ട വന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. അത്രയേറെ മദ്യപനും ഉപദ്രവകാരിയുമായിരുന്ന അപ്പൻ എല്ലാ ദിവസവും അതിക്രൂരമായ പീഡനമുറകളിലൂടെ ഭവനത്തിലൂടെ കടന്നുപോയി. അപ്പൻ്റെ ഉപദ്രവം അതിൻ്റെ എക്സ്ട്രീം പറയുമ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടുവാൻ ഉദ്ദേശിക്കുന്നു. എന്നെയും എൻ്റെ മാതാവിനെയും ചേർത്ത് ഭവനത്തിലിട്ട് സ്വന്തം ഭാര്യയും സ്വന്തം കുഞ്ഞിനെയും ഒരുമിച്ച് ഭവനത്തിനെത്തിയിട്ട് വ്യക്തിയാണ്. അങ്ങനെ ജീവിതം ശിഥിലമായി ബാല്യത്തിൽ തന്നെ പല വഴിയായി പോയി. ഒരുപാട് അനാഥാലയങ്ങളിലൂടെ കയറി ഇറങ്ങി
അതിനിടയിൽ എനിക്കൊരു അനിയനുണ്ട്. ഞാനൊരു സഹോദരനും പിരിയേണ്ട വന്നു. ഞങ്ങൾ രണ്ട് വ്യത്യസ്തമായ അനാഥാലയങ്ങളിലൂടെ, രണ്ട് ജീവിതശൈലിയിലൂടെ ദീർഘവർഷങ്ങൾ കടന്നുപോയി. 10 സ്കൂള് പഠിച്ചിട്ടാണ് ഞാൻ 10ാം ക്ലാസ് എഴുതിയെടുത്തത്. എൻ്റെ അനിയൻ ഇതിനിടയ്ക്ക് പോയി ഒരു ഓർഫനേജിൽ വെച്ച് അവരൊരു കാര്യം കണ്ടെത്തി. ഞാൻ മറ്റൊരു വിശ്വാസ മാർഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അനിയൻ അവനായിരുന്ന ഒരു ഓർഫനേജിൽ നിന്ന് ഒരു സത്യം കണ്ടെത്തി. പിന്നീട് ദീർഘവർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ചേരുമ്പോൾ അവൻ പറഞ്ഞു, നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും നമ്മളെ അറിഞ്ഞതൊന്നുമല്ല സത്യം. യേശുവാണ് ഏക സത്യ ദൈവമെന്ന് എൻ്റെ കൊച്ചനിയൻ എന്നോട് പറയുന്നത്. അവനോട് ഞാൻ അതേപോലെ കയർത്തു. ഞാൻ അവനോടും അതേപോലെ എതിർത്തു. എൻ്റെ പ്രിയ മാതാവ് യേശുവിനെ അറിയുന്നതിന് മുൻപ് രക്ഷയുടെ മാർഗത്തിലേക്ക് വരുന്നതിന് ദീർഘകാലങ്ങൾക്ക് മുൻപ് ആശ്വാസം കണ്ടെത്തിയിരുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലാണ്. ബൈബിള് വായിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാൻ അറിയില്ല, അങ്ങനെ കൂട്ടായ്മയ്ക്കൊന്നും പോകുന്നില്ല. പക്ഷേ ആഹാരം പോലെ തിരുവചനത്തെ എൻ്റെ അമ്മ ഭക്ഷിച്ചു പോന്നിരുന്നു. ദൈവകൃപയാൽ കുറെ വർഷങ്ങൾക്ക് ശേഷമായി ഞങ്ങൾ വീണ്ടും കൂടിച്ചേർന്ന് ഒരുമിച്ച് പാർക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞ് കൂരയിൽ ഒരു ഭൂമിയിൽ ഒരു കുടിലുണ്ടാക്കി അതിന് ഉള്ളിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയനും പറക്കുമ്പോൾ എൻ്റെ അപ്പൻ ഇതിനിടയ്ക്ക് മദ്യം കൊണ്ട് തന്നെ 2006 മരണപ്പെട്ടു പോയി. എൻ്റെ അമ്മ യേശുവിനെ കണ്ടതിനിടയായി. ആ ദേശത്ത് നിന്ന് എല്ലാവരും വന്ന ദേവദാസന്മാരെ ഉപദ്രവിച്ചു, ദേവദാസന്മാരെ കല്ലെറിഞ്ഞു, വടിയും കോലുമൊക്കെ ആയിട്ട് ദേവദാസന്മാർക്ക് ചുറ്റും ഓടിയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ദേശത്ത് ഞങ്ങൾ പറക്കുമ്പോഴാണ് എൻ്റെ അമ്മ കർത്താവിനെ അറിയാൻ ഇടയായിട്ടുള്ളത്. അതേറെ ആശ്വാസമായി. അമ്മയുടെ പിന്നീടുള്ള ആശ മൂത്ത പൈതലിനെ കർത്താവിന്റെ ദാസനാക്കി മാറ്റി. എൻ്റെ ജീവിതം അതേ സമയം മറ്റൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഉദ്ദേശം സിനിമയിലൊരു ഡയറക്ടറായി മാറും. ഞാൻ ചെയ്തിട്ടുള്ള ഈ ചില ചാനലിലൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ചില വീഡിയോ ഒക്കെ മനോരമയിൽ ന്യൂസിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് എൻ്റെ ആ മേഖലയിലൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ്. മറ്റൊരു ഉദ്ദേശം പണം ഉണ്ടാക്കണം, സമ്പാദിക്കണം, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ എൻ്റെ അമ്മ അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ ദേവദാസന്മാർ വരാൻ തുടങ്ങി. അമ്മ രക്ഷയുടെ ലോകത്തിലേക്ക് കടന്നു വന്നു. ദേവദാസന്മാർ വരുമ്പോഴെല്ലാം 16ാമത്തെ വയസ്സ് മുതൽ എന്നോട് പറയുന്ന ഒരു ആലോചനയാണ്, നീ കർത്താവിൻ്റെ ദാസനെ, നീ തിരുവചനം എടുത്തേ മതിയാകും. ഇവരുടെ പിടികൊടുക്കാതെ ഞാൻ പരമാവധി ഓടി. പിന്നീട് ഒരു ഘട്ടത്തിൽ ദേവദാസന്മാരോടുള്ള മത്സരം അത് ദൈവത്തോടുള്ള മത്സരമായിട്ട് മാറി. അമ്മേനെ വിഷമിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് അമ്മയുടെ കൂടെ ഇടയ്ക്ക് ആരാധനയ്ക്കൊക്കെ പോകും. ചില സമയത്ത് കണ്ണ വെട്ടിച്ച് പോകും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കാൽച്ചോട്ട് വന്ന് എന്നെ പ്രാർത്ഥിക്കും. ഒരുപാട് രാത്രികളിൽ അമ്മയുടെ കണ്ണുനീര് എൻ്റെ കാലിൽ വീണിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾ പോയി കഴിയുമ്പോൾ കർത്താവ് ഞാനിങ്ങനെ മത്സരിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഒരു സമയം അമ്മയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഞാനൊരു വെല്ലുവിളി നടത്തി. ഞാൻ എൻ്റെ ആയുസ്സിൽ വെള്ള വസ്ത്രമിട്ട് നിങ്ങൾ കാണുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കേണ്ട തള്ളേന്ന് എൻ്റെ അമ്മയെ വെല്ലുവിളിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തെ വെല്ലുവിളിച്ചാൽ അത് കണക്കെടുന്നതും അതിന് മറുപടി തരുന്നതും ദൈവമാണെന്ന് പിന്നീട് മനസ്സിലായി. ഇന്ന് ഒരു വെള്ളവസ്ത്രധാരിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ വളരെ സന്തോഷത്തോടെ ചെറു പുഞ്ചിരിയോടും കൂടെ എന്നെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. അതെൻ്റെ മരണം വരെയും എൻ്റെ മുൻപിൽ അത് ആ വെല്ലുവിളിയുടെ ശബ്ദവും അതിൽ ദൈവപ്രവൃത്തിയും ഓർത്തെടുക്കാൻ കാരണമായി തീർന്നുകൊണ്ടിരിക്കുകയും. അങ്ങനെ അനവധി ദേവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചു. ഉണ്ടായിരുന്ന ഒരു തുണ്ട് ഭൂമി 7 സെന്റ് സ്ഥലത്തിൽ ഒരു ഭാഗം അങ്ങനെ വേർതിരിച്ച് ആലയത്തിന് വേണ്ടി എൻ്റെ അമ്മ കൊടുത്തു. അവിടെ ഒരു ആലയം പണിതു. അനേക ദേവദാസന്മാർ വരുന്നുണ്ട്. അവിടെ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്, ഫിലിം ഷോകൾ നടക്കുന്നുണ്ട്, പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ ദേവദാസന്മാരെ എല്ലാം ആൾക്കാരെ ഇങ്ങനെ വരുന്നവരെ തല്ലി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നാട്ടുകാര് എൻ്റെ അമ്മയെ നോക്കി ഇങ്ങനെ ഒരു വെല്ലുവിളി വിളിച്ചു, പുറത്തുനിന്ന് ഒരുത്തം വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അകത്തുനിന്ന് ഒരുത്തൻ എഴുന്നേറ്റാൽ അകത്തുനിന്ന് ഒരുത്തൻ പ്രാർത്ഥിച്ചാൽ മതി. അത് അമ്മ അങ്ങ് ഏറ്റെടുത്തതാണ് ആ പ്രാർത്ഥനയുടെ കാരണം. എൻ്റെ മകനെ ദേവദാസനാക്കണം. അതേശത്ത് ഞാനായിരുന്ന എൻ്റെ ജീവിത സാഹചര്യം, എൻ്റെ കൂട്ടുകെട്ടും എല്ലാം വെച്ചത് അസാധ്യമായിരുന്നു. പക്ഷേ അമ്മയുടെ കണ്ണുനീരിനെ മറികടന്ന് പോകാതെ കൃപയാൽ
ഈ വചനം എടുക്കുവാൻ എനിക്ക് ദൈവമായിരുന്നു. ആമേൻ. സ്തോത്രം. എൻ്റെ ദൈവം എന്നെ തൊടുമ്പോൾ പൗലോസ് കുതിരപ്പുറത്ത് വീണ പോലെ ഞാൻ വീണത്. അത്യാവശ്യം ഫെയിമിന്റെ ഒരു പരമാവധി ഒരു നല്ലൊരു മേഖലയിൽ നിൽക്കുക ഞാൻ. അതായത് ഞാൻ ഒത്തിരി അതെന്നെ പുകഴ്ത്തുവാനല്ല, എൻ്റെ ദൈവം എന്നെ തൊട്ട കാര്യം ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രമൊന്ന് ഞാൻ പറയും. കേരളത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലകളിലും പോയി നാടകം കളിച്ചിട്ടുണ്ട്. നാടകം അതുപോലത്തെ ഷോകൾ എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളോളം അടുപ്പിച്ച് മികച്ച നടനുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ എഴുതിയ കവിതാ സമാഹാരം അത് ബുക്കായി പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു കവിത ഈണം നൽകി +2 ഒരു അധ്യാപകൻ ഒരു വലിയ സദസ്സിൽ ആരംഭിച്ചിട്ട് അവിടെ നിന്ന് അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, വലിയ മനുഷ്യനാകുമ്പോൾ ഞങ്ങളെയൊക്കെ ഓർക്കണമെന്ന്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്നെ ദൈവം തൊട്ടത് എൻ്റെ ബുദ്ധിമണ്ഡലത്തിലാണ്. എൻ്റെ ഓർമ്മയും സുബോധവും നഷ്ടപ്പെട്ട ഒരു സമയം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിൻ്റെ പരമാവധിയിലെത്തിയ സമയത്ത് 1, 2 എന്ന നമ്പർ സിസ്റ്റം പോലും, എണ്ണുന്ന സംഖ്യകൾ പോലും ഞാൻ മറന്നുപോയ ഒരു ഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. അതിൻ്റെതായ ചില പ്രയാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പലതും എനിക്ക് അങ്ങോട്ട് ഗ്രഹിക്കാനോ ഓർത്തിരിക്കാനോ പറ്റത്തില്ല. പല കാര്യങ്ങളും ഇപ്പം പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് മറന്നു പോകും. എനിക്കെല്ലാം ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നാൽ എനിക്ക് പ്രോസസ്സ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. അത് പൗലോസിന് കൊടുത്ത ശൂലം പോലെ ദൈവം എന്നെ പിടിച്ചൊരു മേഖലയാണ്. കാരണം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന വാക്യം പ്രാരംഭത്തിൽ വായിച്ചതുപോലെ സ്വയത്തിൽ നിന്നും നികളത്തിൽ നിന്നും താഴെ വന്ന് ദൈവത്തിൽ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല എന്ന നിലയിലേക്ക് ദൈവം എന്നെ എത്തിക്കുന്നതിൻ്റെ ആദ്യപടിയായി. പിന്നീട് അങ്ങോട്ട് പോയി ചെയ്യുന്നതെല്ലാം പരാജയമായി. ജീവിതത്തിൽ പരാജയം, ജോലിയിൽ പരാജയം, ഒരുപാട് ബിസിനസ്സുകൾ നോക്കിയാൽ അതെല്ലാം പരാജയം. എൻ്റെ ബന്ധങ്ങളെ കൂട്ടുകെട്ടുകളെല്ലാം പിരിഞ്ഞു. എനിക്കിങ്ങനെ സുബോധം നഷ്ടപ്പെട്ട ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിൽ ഒരു ഘട്ടം വന്നപ്പോൾ എൻ്റെ ഇത്രയും സ്നേഹനിധിയായ അമ്മയ്ക്ക് പോലും പറയേണ്ടി വന്നു, ഈ കുടുംബത്തിൻ്റെ ശാപം നീയാണ്. ഞാൻ +2 പഠിച്ച സ്കൂളിൽ +1 പരീക്ഷ കഴിഞ്ഞപ്പോൾ അവിടുത്തെ അധ്യാപകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവനെ ഇനി ഇവിടെ പഠിപ്പിക്കരുത്, ഇവൻ പഠിച്ചാൽ ഇതിൻ്റെ 100% നഷ്ടപ്പെടും. അങ്ങനെ എല്ലാവരും എന്നെ ഒരു പൊട്ടനായിട്ടും മന്ദബുദ്ധിയായിട്ട് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ സമയങ്ങളിൽ എൻ്റെ ജോലിയെല്ലാം ഒരുപാട് നോക്കി, ഒരുപാട് കടകൾ ഞാൻ വരുത്തി വെച്ചു, ലക്ഷക്കണക്കിന് കടം. ഉള്ള കടപ്പാട് ഞാൻ കാരണം ജപ്തിയുടെ വാക്കിലേക്ക് വരെ എത്തിച്ചു. അത്രയും ഞാൻ ഉപദ്രവം എൻ്റെ കുടുംബത്തിനോട് ചെയ്തു. ഒരു സമയത്ത് 2 തവണ ഞാൻ ആത്മഹത്യക്കായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അതിലൊരു സമയം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിന് തലവെക്കണം തീരുമാനിച്ച് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഞാൻ പോയി നിന്നൊരു ദിവസമുണ്ട്. അന്നാണ് ഞാൻ ദൈവ ശബ്ദം കേട്ടത്. ആ ബസ് സ്റ്റാൻഡിൽ കോട്ടയത്തേക്കുള്ള ബസ് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്കാണ്, ഒന്നും കാണുന്നില്ല. ഈ ബസ് വരുന്ന പോകുന്നതൊന്നും എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കോട്ടയം ബസ് 1, 2 എണ്ണം കടന്നു പോയത് ഞാൻ കണ്ടില്ല. ഞാനവിടെ നിൽക്കുമ്പോൾ 2 ദേവദാസിമാരെ ശുശ്രൂഷയ്ക്ക് പോവുക. അവർക്ക് എന്നെ പരിചയമുണ്ട്. അതിലൊരു ദേവദാസിയുടെ കർത്താവ് പറഞ്ഞു അവനോട് വേഗം പോയി വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറയണം. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആത്മഹത്യ എന്നുള്ള ടെൻഡൻസി നിൽക്കുക. ആ ദേവദാസിനോട് വേഗത്തിലൊന്ന് പറഞ്ഞു, നീ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ, നീ പോകണ്ടാവുന്നു. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നീട് എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ആ ദേവദാസി എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ആ ദേവദാസിയാണ് പറഞ്ഞതെന്ന് പോലും ഞാൻ ഓർക്കുന്നത്. എനിക്കത് ദൈവശബ്ദമായിട്ട് എൻ്റെ കാതിൽ നിൽക്കുന്നത്. അതിലൊരു പദമേ എൻ്റെ ഉള്ളിലോട്ട് കയറുള്ളൂ, നീ പോകണ്ടാവും. അതറിയ. അപ്പൊ എനിക്കത് തിരിച്ചത് ഇങ്ങനെയാ, നീ ആത്മഹത്യ ചെയ്യാൻ പോകണ്ട, നീ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ. അങ്ങനെ ആ ദൈവശബ്ദം എന്നെ മടക്കിക്കൊണ്ട് വന്നു. പിന്നെയും ജീവിതത്തിൽ ഇങ്ങനെ ഓടി കീഴടങ്ങാൻ, തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ പൊരുതി, ഉപജീവനത്തിന് ഗതിയില്ലാതെ ഞാനൊരു പന്നിത്തൊഴുത്തിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് യഥാർത്ഥമായ മനസ്സമ്പന്നം. പന്നിത്തൊഴുത്തിൽ എൻ്റെ പണി വേസ്റ്റ് വരുന്നത് അത് തരംതിരിച്ച് വേവിച്ച് പന്നിക്കൂടണം. തരംതിരിക്കാന്ന് പറഞ്ഞാൽ അത് കൈയിട്ട് പരതണം, മനുഷ്യൻ ചവച്ച് കുപ്പിയെ വെച്ചിന് അതിൻ്റെ ആ നെല്ലും മുള്ളും മാറ്റി വെച്ചിട്ട് അത് പന്നിക്ക് കൊടുത്താൽ പന്നി ചത്തുപോകും. അത് വേവിച്ച് പന്നിക്ക് കൊടുക്കണം. ഒരുപാട് നാളുകൾ അങ്ങനെ പോയി. എനിക്ക് സുബോധമില്ല, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ, ചിലത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും മനസ്സിലാക്കാതെ ഒത്തിരി കാലം കഴിഞ്ഞപ്പോൾ ഞാൻ നിന്ദിക്കപ്പെടാവുന്നതിന് പരമാവധി നിന്ദിക്കപ്പെട്ടപ്പോൾ പന്നിക്കൂട്ടിൽ വെച്ചാണ് ഉയരത്തിലേക്ക് നോക്കിയത്. അവിടെ വെച്ച് എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് പറ്റത്തില്ല,
ഇതിലധികമായി നിന്ദിക്കപ്പെടുവാൻ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുക. എനിക്ക് കർത്താവിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ പിന്നീടൊരു ചരിത്രമാക്കി മാറ്റുന്ന ഒരു സംഭവം, അനുഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു. ഞാൻ പഠിച്ചത് മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് പഠിച്ചിട്ടുള്ളത്. അത് കാണാതൊന്നും പഠിക്കണ്ട, അതുകൊണ്ട് പിന്നെ അതൊന്നും ഓടിപ്പോയി. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അറിയാവുന്ന പ്രിയപ്പെട്ടവർക്കറിയാം. 12 മേഖലയിലെങ്കിലും തൊഴിൽ ചെയ്യാൻ പറ്റും, അതുകൊണ്ടൊരു മേഖലയാണ്. പക്ഷേ അതിലൊന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അതേപോലെ കുടുംബം ഇങ്ങനെ കിടക്കുന്നു. അവിടെ വെച്ച് ഞാൻ കർത്താവിനെ സമർപ്പിച്ച് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് വരാനിടയായിരുന്നു. ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ടു. ചില നാളുകൾ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ കർത്താവിനെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കാനിടയായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ കീഴടങ്ങേണ്ട വന്നു. നമുക്ക് എല്ലാവർക്കും ഇത് തന്നെ പറ്റത്തുള്ളൂ. കർത്താവിനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും സ്വതവേ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ശുശ്രൂഷയിൽ കർത്താവിനെ ആക്കി. വിവാഹത്തിന് മുൻപ് തന്നെ ഇടയിൽ ശുശ്രൂഷയിലേക്ക് കർത്താവിനെ കടത്തി. എൻ്റെ മനസ്സിലെ ആഗ്രഹം അപ്പോൾ കുന്നും മലയും കടന്ന് വചനം കേൾക്കാത്തവരോട് സുവിശേഷം പറയണമെന്നുള്ളതാണ് ഉള്ളിലെ ആഗ്രഹം. പക്ഷേ ഇടയ ശുശ്രൂഷയിലേക്ക് കർത്താവ് കൊണ്ടുപോയി. അങ്ങനെ പല പല ശുശ്രൂഷ മേഖലയിൽ ഒരു സമയത്ത് ഒരു ബൈബിൾ കോളേജ് ചില നാളുകൾ നടത്താനൊക്കെ കർത്താവ് സഹായിച്ചു. വിവാഹം കർത്താവ് തന്നെ നടത്തി തന്നു. അസാധ്യം എന്ന് പറഞ്ഞ മേഖലയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പുറവുകളാണെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ യോഗ്യതയായി എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവപൈതലിനെ കർത്താവ് തക്ക സമയത്ത് ചേർത്ത് ഞങ്ങളുടെ വിവാഹം നടത്തി. ഉയരം, നിറം, എൻ്റെ ജോലി, പ്രൊഫഷൻ എല്ലാം എന്നെ വേണമെന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ പ്രാർത്ഥനയുടെ മറുപടി പോലെ ഞങ്ങളുടെ വിവാഹം നടത്തി. ആ കർത്താവ് എനിക്ക് അതിനോട് ചേർന്നൊരു ജോലി തന്നെ മാനിച്ചു. ഞാൻ ആ ജോലി കിട്ടിയപ്പോൾ പറഞ്ഞു, ഞാൻ ഇത്രയും നിന്ദിക്കപ്പെട്ട് പരാജയപ്പെട്ട മനുഷ്യനായിരുന്നു. കർത്താവ് എപ്പോൾ പറഞ്ഞാലും അത് ഞാൻ രാജിവെച്ച് പോകുന്ന സമയത്ത് സുവിശേഷകരേക്ക് ഇറങ്ങാം. ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് സാലറി ഹൈക്കും പ്രൊമോഷൻ ലഭിച്ച മാസം ഞാനത് റിസൈൻ ചെയ്ത് പോകുന്ന സമയത്തേക്ക് വേണ്ടി എന്നെ നിർദ്ദേശിച്ചു. എൻ്റെ കർത്താവ് വീണ്ടും എന്നെ അനുഗ്രഹിച്ചു. എന്നോട് എല്ലാവരും ചോദിച്ചു, നീ എന്ത് ചെയ്യും, എന്താണ് എൻ്റെ പ്ലാൻ, എങ്ങനെ നീ മുന്നോട്ട് പോകും? ഞാനത് ദൈവത്തോട് ചോദിച്ചപ്പോൾ എന്നോട് കർത്താവ് സംസാരിച്ചൊരു ഉടമ തൻ്റെ പ്രിയനവും അവൻ്റെ തുടക്കത്തിൽ കൊടുത്തു. ആ 6 ലക്ഷം രൂപയിലധികം ഒരു കടം തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, ജപ്തിയുടെ കടം. മറ്റു പലത് വേറെ. അത് കർത്താവ് എഴുതി തള്ളി. ഒരു സുപ്രഭാതത്തിൽ കർത്താവ് അതിൽ നിന്ന് എന്നെ ഒഴിവാക്കി. അങ്ങനെ തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെട്ട ദീർഘവർഷങ്ങളുണ്ടായിരുന്നു. ആ നിന്ദിക്കപ്പെട്ട വിഷയത്തിൽ ഒരുപാട് പേര് പരിഹസിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലും എൻ്റെ ഒരു കുഞ്ഞ് അബോട്ടായി പോയതാണ്. അതോടെ എൻ്റെ വിശ്വാസം തീരുമെന്ന് വെല്ലുവിളിച്ച വ്യക്തിജീവിതങ്ങളുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴേക്കും എൻ്റെ കർത്താവരുടെ പറ്റങ്ങ് അടുത്തിരുന്നു. എൻ്റെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും എന്ന് ധൈര്യസമേതം പറയുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി. പിന്നീട് ഒരുപാട് വഴികൾ കേട്ടു. അങ്ങനെ കംപ്ലൈൻ്റ് ആണ്, ഇങ്ങനെ കംപ്ലൈൻ്റ് ആണ്, അവിടെ ചികിത്സിക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ കണ്ടാലും ഇല്ലെങ്കിലും തക്ക സമയത്ത് ദൈവം എനിക്ക് പൈതലിനെ തരും. ഡോക്ടറെ കണ്ടാൽ ഞാൻ പറയണം ഇത് ചികിത്സിച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പറയാം എൻ്റെ ദൈവം തന്നിട്ടാണ്. അങ്ങനെ എൻ്റെ ദൈവം തലമുറയെ തന്നു മാനിച്ചു. ഇന്ന് പൂർണ്ണ സമയം ഞങ്ങൾ ശുശ്രൂഷയിലാണ്. കർത്താവ് അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നിന്ദിക്കപ്പെട്ട മേഖലയിലെല്ലാം കർത്താവ് കൊണ്ടുപോയി മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ചില നാളുകൾ എന്നെ പരിഹസിച്ച, എനിക്കിനി മുന്നോട്ടൊരു വഴി ഉണ്ടാകില്ല എന്ന് വെല്ലുവിളിച്ച സ്ഥലങ്ങളിലെല്ലാം കർത്താവിൻ്റെ വചനവുമായി നിൽക്കാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് അനേക ദേശങ്ങളിൽ ഇതേപോലെ കടന്നുപോയി എൻ്റെ സാക്ഷി ഞാൻ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ നമ്മുടെ മേലൊരു വിളിയുണ്ടെങ്കിൽ, ഒരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ വഴങ്ങി കൊടുക്കുന്നതാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വന്നാൽ നോക്കിയാൽ. ഒരിക്കലും ദേവദാസി ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങിപ്പോരുമ്പോൾ എന്നോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്, ഹരിപ്രസാദെ, നിന്നെ ദൈവം കണ്ടതാണെങ്കിൽ എവിടെ പോയാലും നിന്നെ ഒടിച്ചു മടക്കി ഇതിനകത്ത് കൊണ്ടുവരും. യഥാർത്ഥമായി എന്നെ കർത്താവ് ഒടിച്ചു മടക്കി ആലയത്തിനകത്ത് കയറ്റിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനോട് മത്സരിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് മുന്നിൽ നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ മറ്റൊരു വഴി പോയിട്ട് കാര്യമില്ല. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം ശ്രേഷ്ഠമായിട്ട് നമ്മളെ കരുതും. എൻ്റെ ജീവിതത്തിൽ നിന്നയായിട്ട് പരിഹാസമായിട്ട് ഞാൻ കണക്കാക്കിയിരുന്ന ഈ സുവിശേഷത്തിൻ്റെ മാർഗം മാത്രമാണ് എനിക്ക് മാന്യതയ്ക്ക് കാരണമായി തീർന്നത്. എവിടെയെങ്കിലും മാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ഇരിപ്പിടം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനാധാരമായിരിക്കുന്നത് ഈ സുവിശേഷ വേല മാത്രമാണ്. അതുകൊണ്ട് ഇത് നിന്നയുടെ മാർഗമല്ല, മാന്യതയുടെ മാർഗമാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. തുടർന്നും എൻ്റെ ശുശ്രൂഷയും ജീവിതവും എല്ലാം പഠിച്ചു. ദൈവമക്കളെല്ലാം ഓർക്കുമ്പോൾ
പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ താണിരിക്കുന്നു. അവസരം തന്ന ദൈവദാസനോടുള്ള നന്ദിയും ഈ ധരണത്തിൽ അറിയിക്കുന്നു.